വെൽക്കം ടു പെപ്പർ ടേബിൾ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കേക്ക് മിക്സിങ്ങിൻ്റെ റെസിപ്പിയാണ്. കേക്ക് മിക്സ് എന്ന് പറഞ്ഞാൽ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഇടുന്ന ഒരു മെയിൻ ഐറ്റമാണ് കേക്ക് മിക്സ്. അപ്പോൾ നമ്മൾ പ്ലം കേക്ക് കഴിക്കുമ്പോൾ നമുക്ക് കാണാറില്ലേ, അതിനകത്തൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. നമുക്ക് വേണ്ടത് ഏറ്റവും അധികം നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. അപ്പോൾ ഡേറ്റ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ള ഡേറ്റ്സ് സെലക്ട് ചെയ്യണം. തീരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് ഈ ഡേറ്റ്സിനകത്ത് കറുത്ത ചെള്ള് ചിലപ്പം വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡേറ്റ്സ് ഒന്നും നമ്മൾ സെലക്ട് ചെയ്യരുത്. നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ ഞാനിവിടെ ഡേറ്റ്സ് എടുത്തപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ള എള്ളുണ്ട്, അതുകൊണ്ടാണ് ഇതിനകത്ത് വെള്ള കാണുന്നത്. അപ്പം അതിനകത്ത് വെള്ള എള്ളുള്ള ഡേറ്റ്സ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അത്തിപ്പഴമാണ്. അത് ഓപ്ഷണലാണ്. അത് നമുക്ക് വേണമെങ്കിൽ മാത്രം നമ്മൾ ചേർത്താൽ മതി. ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റും കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ. അതിവിടെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടാറുണ്ട്. അത്തിപ്പഴം ഡ്രൈ ഫിഗ് എന്നും പറഞ്ഞ് നമുക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഡ്രൈ കിവി ചേർക്കാം. കിവിയും നല്ലതാണ്. ഒരു പച്ച കളറിൽ കിട്ടാറില്ലേ, റൗണ്ടിൽ കട്ട് ചെയ്ത് ക്യാൻഡീഡ് കിവി കിട്ടാറുണ്ട്. നമുക്ക് ഫിഗ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിവി ആണെങ്കിലും ചേർത്താൽ മതി. നമ്മൾ ഇതിനകത്ത് ഡേറ്റ്സ് 250 ഗ്രാമാണ് ചേർക്കുന്നത്. അതായത് 1.5 കപ്പ്, മെഷറിംഗ് കപ്പിലാണല്ലോ 1.5 കപ്പ് ഡേറ്റ്സ് ആണ് ചേർക്കുന്നത്. നമ്മൾ അല്ലെങ്കിൽ തൂക്കിയാണെങ്കിൽ 250 ഗ്രാം ഡേറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഈ ഡ്രൈ ഫിഗും ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം 100 ഗ്രാമാണ്. വേറൊരു ഐറ്റം വേണ്ടത് നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയാണ്. അത് നമുക്ക് 150 ഗ്രാം വേണം. 1 കപ്പ്, ഏകദേശം 1 കപ്പോളം എടുത്തിട്ടുണ്ട് ഞാൻ ടൂട്ടി ഫ്രൂട്ടി. ബാക്കിയുള്ളതെല്ലാം നമുക്ക് 100 ഗ്രാം മതി. അപ്പോൾ നമ്മൾ ഫിഗും ഇതുപോലെ തന്നെ ചെറിയ സ്ക്വയർ പീസായിട്ട് മുറിച്ചെടുക്കണം. ഫിഗിനകത്താണെങ്കിലും നമ്മൾ മുറിച്ച് കഴിയുമ്പോഴത്തേനകത്ത് ചെറിയ കുരുക്കൾ പോലെ, ചെറിയ കുരു പോലെ ഉണ്ട്. അത് നമ്മൾ ഈ പ്ലം കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ വളരെ ഭംഗിയാണ് അതിനകത്ത് കിടക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഈ ഡ്രൈ ഫിഗ് ഉപയോഗിക്കുന്നത്. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ആരും അതില്ലല്ലോ എന്നോർത്ത് പ്ലം കേക്കിന് വേണ്ടിയുള്ള കേക്ക് മിക്സ് ഉണ്ടാക്കാതിരിക്കരുത്. ഇത് നിർബന്ധമില്ല. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ മാത്രം, കടയിൽ നിന്ന് നമുക്ക് കിട്ടുമെങ്കിൽ മാത്രം നമ്മൾ ഇത് വാങ്ങിച്ചിടുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയാണ്. ചെറി നമുക്ക് ബേക്കറിയിൽ വളരെ വിലക്കുറവാണ്, നമുക്ക് ബേക്കറിയിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ക്യാൻഡീഡ് ചെറി നമ്മൾ ബേക്കറിയിൽ പോയി വാങ്ങിക്കുക. അതും ഒരു 100 ഗ്രാമിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതും ഇതുപോലെ തന്നെ സ്ക്വയറായിട്ട് കണ്ടിച്ച് നമ്മൾ റെഡിയാക്കി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വിളയിച്ചതാണ്. ഇഞ്ചി വിളയിച്ചത് നമ്മുടെ സജസ്റ്റഡ് ബോക്സിൽ മുകളിലത്തെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പോയി കണ്ടിട്ട് ഇഞ്ചി വിളയിച്ചത് ഉണ്ടാക്കി വെക്കണം കേക്ക് മിക്സ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ. അത് നമ്മൾ ഇതിനകത്ത് 100 ഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇഞ്ചി വിളയിച്ചതിൻ്റെ ഉപയോഗമൊക്കെ ഞാൻ ഇഞ്ചി വിളയിച്ചതിൻ്റെ ലിങ്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന് പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഓറഞ്ച് വിളയിച്ചതാണ്. ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത്. അതും നമ്മുടെ ലിങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, സജസ്റ്റഡ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതും ഉണ്ടാക്കി വെക്കുക. ഓറഞ്ച് വിളയിച്ചത് അതും 100 ഗ്രാമാണ് ചേർക്കേണ്ടത്. പക്ഷേ ഞാൻ നമ്മുടെ ഈ മിക്സിനകത്ത് ഓറഞ്ച് വിളയിച്ചത് ചേർത്തിട്ടില്ല. ഞാൻ ചേർത്തിരിക്കുന്നത് ഓറഞ്ച് മർമലേഡ് ജാം എന്ന് പറഞ്ഞ് ഈ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ ഞാൻ കാണിച്ചിരിക്കുന്ന ഓറഞ്ച് വിളയിച്ചത് ചേർക്കുക. അത് 100 ഗ്രാമാണ് വേണ്ടത്. മർമലേഡ് ജാം കിട്ടിയാലും നിങ്ങൾക്ക് മർമലേഡ് ജാമും ഓറഞ്ച് വിളയിച്ചതും ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ചേർക്കാനായിട്ട് സാധിക്കും. വളരെ ടേസ്റ്റിയും വളരെ ഫ്ലേവറും തരുന്ന ഒരു മെയിൻ ഐറ്റമാണ് ഈ ഓറഞ്ച് വിളയിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. നമുക്കറിയാം, നമ്മൾ ഓറഞ്ചൊക്കെ മേടിച്ചിട്ട് തൊലിയൊക്കെ നമ്മൾ വലിച്ചെറിയാണ്. പക്ഷെ നമുക്കത് മേടിച്ച് നല്ല ഉപകാരപ്രദമായിട്ട് അത് ഓറഞ്ച് വിളയിച്ച് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് 1 വർഷത്തേനൊക്കെ അത് ഉപയോഗിക്കാം. ഇഞ്ചി വിളയിച്ചത് അതുപോലെ തന്നെ നമുക്ക് ലോങ് ടൈമിലേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് രണ്ടും നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടൂട്ടി ഫ്രൂട്ടി, അത് കപ്പളങ്ങയുടെ ഒരു ഐറ്റമാണ്. അതും ഇതുപോലെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് സജസ്റ്റഡ് ബോക്സിൽ. അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ അതിലേക്ക് പോയി അതും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുക. നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് അതും നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇത് എല്ലാം ഈ 3 ഐറ്റവും ഓറഞ്ച് വിളയിച്ചതും ഇഞ്ചി വിളയിച്ചതും ടൂട്ടി ഫ്രൂട്ടിയും നിങ്ങൾ ഒരു കേക്ക് മിക്സ് ഉണ്ടാക്കുന്ന പ്ലാൻ ചെയ്യുമ്പോഴേ നിങ്ങളത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ നേരം അതിൽ നിന്നും എടുത്ത് 100 ഗ്രാം വീതം ഈ മിക്സിലേക്ക് ഇട്ടാൽ മതി. നമ്മുടെ ഇഞ്ചി ഇതുപോലെ സ്ക്വയർ പീസായിട്ട് നമ്മൾ മുറിച്ചെടുക്കണം. ഓറഞ്ച് വിളയിച്ചതുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ സ്ക്വയർ പീസായിട്ട് നമ്മൾ മുറിച്ചെടുക്കണം. കാരണം ഒരു കുറച്ച് വലിയ പീസായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഈ ചെറിയ പീസായിട്ട് കിടന്നാൽ മാത്രമേ ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ സോക്കാകുള്ളൂ. എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് നമ്മൾ വെക്കുമ്പോൾ ഇതിനകത്ത് കിടന്ന് സോക്കാകണമെങ്കിൽ
ചെറുതായിട്ട് നമ്മൾ ഇതുപോലെ മുറിച്ച് വെക്കണം. ക്രിസ്മസ് സീസണൊക്കെ അടുത്ത് വരികയില്ല, നിങ്ങൾക്കൊരു പ്ലം കേക്ക് കഴിക്കാനൊക്കെ ആഗ്രഹമില്ലേ? അപ്പം നമ്മൾ കെമിക്കലൊന്നും ഇല്ലാതെ വീട്ടിലുണ്ടാക്കുന്ന കേക്കല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഉണ്ടാക്കാൻ മറക്കരുത്, കാരണം നമ്മുടെ ക്രിസ്മസ് ഇതാ അടുത്ത് വരുന്നു. നമുക്ക് 1 മാസം കൂടെ ഉള്ളൂ ക്രിസ്മസിന്. അപ്പം ഇതൊരു 2 ആഴ്ച സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. 2 ആഴ്ച തൊട്ട് 1 വർഷം വരെ ഈ മിക്സ് ഇരുന്നോളും. അപ്പം ഈ 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഏകദേശം ഇതിനകത്ത് കിടന്ന് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നല്ല സോക്കായിട്ടിരിക്കും. അപ്പോൾ അന്നേരം മുതൽ നമുക്കിത് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ 1 കിലോയുടെ കേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു 1.5 കപ്പ്, 1 കിലോയുടെ കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1.5 കപ്പ് ഈ മിക്സ് എടുത്ത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കിതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. അത് വേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗരം മസാല ആവശ്യമാണ്. ഗരം മസാലയുടെ കൂട്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തേരെയാണ് വേണ്ടത്? നമുക്ക് വേണ്ടത് പട്ടയും ഗ്രാമ്പൂവും ജാതിക്കായുമാണ്, ഏലക്കായും 4 ഐറ്റംസ് വേണം. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് പൊടിക്കുന്നതെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇത് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമ്മളൊരു മുറം എടുത്തിട്ട്, മുറം വേണമെന്നില്ല, നല്ലൊരു വീതിയുള്ള പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മളെല്ലാം കൂടെ കുടഞ്ഞിട്ട ശേഷം മിക്സ് ചെയ്യണം. പിന്നെ നമുക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ടൂട്ടി ഫ്രൂട്ടി 125 to 150 ഗ്രാം വരെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് എന്നാണെന്നറിയോ, മഞ്ഞ മുന്തിരിങ്ങയും കറുത്ത മുന്തിരിങ്ങയും വേണം. അപ്പോൾ കറുത്ത മുന്തിരിങ്ങ നമുക്ക് കിട്ടുവാണെങ്കിൽ മേടിക്കുക, ഇല്ലെങ്കിൽ മഞ്ഞ മുന്തിരിങ്ങ തന്നെ നമ്മളിവിടെ. സാധാരണ കറുത്ത മുന്തിരിങ്ങ വളരെ അത്യാവശ്യമാണ് പ്ലം കേക്കിൽ. കണ്ടോ, ഞാൻ ഈ കറുത്ത മുന്തിരിങ്ങ എനിക്ക് കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കറണ്ട് എന്ന് പറഞ്ഞ റേസിൻസ് തന്നെയാണ്, ചെറിയ റേസിൻസാണ്, ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചാണ് ബ്ലാക്ക് കറണ്ട്. അപ്പം അത് കിട്ടുകയാണെങ്കിൽ അത് ഇടുക, അല്ലെങ്കിൽ കറുത്ത മുന്തിരിങ്ങ ഇടുക. ഇതെല്ലാം കൂടെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യുക. അത് രണ്ടും എല്ലാം ഞാൻ പറഞ്ഞില്ലേ 100 ഗ്രാം 100 ഗ്രാം വീതമാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പ്രിയൂൺസ് എന്ന് പറഞ്ഞൊരു ഡ്രൈ ഫ്രൂട്ട് ഉണ്ട്, അത് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇടുക. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ കിട്ടിയെല്ലാം തോന്നുന്നു, എനിക്കിത് പുറത്തുനിന്ന് ഒരാൾ വന്നപ്പം തന്നതാണ് പ്രിയൂൺസ്. അതൊരു 3-4 പീസേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അത് കട്ട് ചെയ്യുന്നത് കാണിക്കാഞ്ഞത്. 2-3 പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇടുവാണെങ്കിൽ നല്ലതാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു മുറത്തിലിട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മളൊരു ഗ്ലാസ് ബൗൾ എടുത്തിട്ട്, നല്ലതുപോലെ തുടച്ച ഗ്ലാസ് ബൗൾ ആയിരിക്കണേ, അതിനകത്ത് വെള്ളമൊന്നും പാടില്ല. ഈ ഒരു മിക്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വളരെ ക്ലീനോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. വെള്ളം നമ്മുടെ കയ്യിൽ പാടില്ല, കാരണം ഇത് ലോങ് ടൈം നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതായതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. അത് നമ്മളൊരു ഗ്ലാസ് ബൗളിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് അതിനകത്തേക്ക് നമുക്കൊരു 3-4 ഐറ്റംസിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഈ ഓറഞ്ച് മർമലേഡ് ജാം, ഓറഞ്ചിൻ്റെ തൊലി കൊണ്ടുണ്ടാക്കിയ ജാം, അത് വേണം 1/2 കപ്പ്. പിന്നെ ബ്ലാക്ക് കറണ്ട് ജാം, ഈ ഉണക്ക മുന്തിരിങ്ങയുടെ ജാമുണ്ട് കണ്ടോ, ബ്ലാക്ക് കറണ്ട് ജാം, ഇതും വേണം 1/2 കപ്പ്. പിന്നെ നമുക്ക് കുറച്ച് തേൻ വേണം. തേൻ ഒരു 1/4 കപ്പ് മതി. നല്ല തേനുണ്ടെങ്കിൽ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉള്ള തേനാണെങ്കിൽ വളരെ നല്ലത്, ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുക. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച തേനാണ് ഒഴിച്ചിരിക്കുന്നത്, അതൊരു 1/4 കപ്പ് വേണം. പിന്നെ ഗരം മസാല നമ്മൾ കണ്ടോ, 1/2 കപ്പ് ബ്ലാക്ക് കറണ്ട് ഇതിനേക്ക് ചേർത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ 1/2 കപ്പ് ഓറഞ്ച് മർമലേഡിൻ്റെ ജാമും ചേർക്കണം. ഇതിനകത്ത് പീസസ് ഉണ്ടാകുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഓറഞ്ച് വിളയിച്ച് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഈ പീസസ് ഉള്ള ഓറഞ്ചിൻ്റെ തൊലിയുടെ പീസസ് ഇങ്ങനെ ചങ്കി ഓറഞ്ച് ജാമാണിത്, ഓറഞ്ച് മർമലേഡ് ജാമാണിത്, അതുകൊണ്ടാണ് ഇതിനകത്ത് പീസസ് വന്നിരിക്കുന്നത്. പീസസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഓറഞ്ച് വിളയിച്ചത് ചേർക്കണമെന്നില്ല, ചേർത്താൽ വളരെ നല്ല കാര്യം, കാരണം ഓറഞ്ച് വിളയിച്ചതിൻ്റെ ഫ്ലേവർ വളരെ നല്ലതാണ് പ്ലം കേക്കിന്. ചിലർ ഓറഞ്ച് ജ്യൂസിനകത്ത് ഈ നട്ട്സ് എല്ലാം കൂടെ ഇട്ട് വെച്ചിട്ട് തലേ ദിവസം ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം പ്ലം കേക്ക് ഉണ്ടാക്കാറുണ്ട്. അതും വളരെ ഭംഗിയായിട്ട് വരും. ഞാൻ നിങ്ങളെ പ്ലം കേക്ക് കാണിച്ചു തരുമ്പോൾ 2 ടൈപ്പിലുണ്ടാക്കി കാണിച്ചു തരാൻ ശ്രമിക്കാം. ഒന്ന് ഓറഞ്ച് ജ്യൂസിലും ഒന്ന് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്ന മിക്സ് എടുത്തിട്ട് അതുണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാൻ ശ്രമിക്കാം. അപ്പോൾ എത്രത്തോളം ഡിഫറൻ്റ് ഉണ്ടെന്ന്, എത്രത്തോളം വ്യത്യാസം അതിനകത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഒരു 1/4 കപ്പ് ഹണിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് നമുക്ക് ആവശ്യം. പിന്നെ ഈ മസാലയുടെ രുചിയൊക്കെ ഇഷ്ടമില്ലാത്തവരുമുണ്ട്, ഇഷ്ടമുള്ളവരുമുണ്ട്. ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്താൽ മതി. ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 1.25 ടേബിൾ സ്പൂൺ കുറച്ചും കൂടെ ചേർക്കാം. കാരണം നമുക്കറിയാമല്ലോ പ്ലം കേക്ക് കഴിക്കുമ്പോൾ ഒരു മസാലയുടെ ഒരു ടേസ്റ്റും ഒക്കെ വരുന്നുണ്ടല്ലോ ഇതിനകത്തേക്ക്. അപ്പം അതനുസരിച്ച് നമ്മുടെ ആ ഒരു ഇതിൻ്റെ അനുസരിച്ച് നമ്മൾ ചേർക്കുക. എന്തായാലും 1.5 ടേബിൾ സ്പൂൺ മസ്റ്റാണ്. ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 1.25 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇതെല്ലാം
വെച്ച ശേഷം നമുക്ക് മെയിൻ ഐറ്റം വേണ്ടത് നമുക്ക് ബ്രാൻഡിയോ റമ്മോ എന്തെങ്കിലും സ്പിരിറ്റ് അടങ്ങിയ സാധനങ്ങൾ, അതായത് ബ്രാൻഡിയോ റമ്മോ അല്ലെങ്കിൽ റെഡ് വൈനോ ഏതെങ്കിലും ടൈപ്പിലുള്ള വൈനോ നമ്മൾ എടുക്കുക. 1 കപ്പ് നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഇത് ഒരു സ്പിരിറ്റ് അടങ്ങിയ ഒരു ഇതായതുകൊണ്ട് ഇതിനകത്ത് കിടന്ന് ഈ ഫ്രൂട്ട്സും ജാമും ഇതുമെല്ലാം കൂടെ നല്ലതുപോലെ നമുക്ക് സോക്കായി കിട്ടും എന്നുള്ളത് ഇതിൻ്റെ ഒരു ഉപയോഗം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ ഇത് സ്പിരിറ്റ് അല്ലേ, അപ്പോൾ ഇതിനകത്തിട്ട് വെച്ചാൽ കേടാകത്തില്ല. അപ്പോൾ അതാണ് ഈ സ്പിരിറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള വേറൊരു ഉപയോഗം. ഇനി ഗരം മസാല ചേർക്കുക. എന്നിട്ട് ഇതൊരു തടി കൊണ്ടുള്ളൊരു സ്പൂൺ എടുത്തിട്ട് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്യണം. കാരണം ഗരം മസാലയും ഈ ജാമും ഈ തേനും ഇതുമെല്ലാം ഈ ഫ്രൂട്ട്സിന് നല്ലവണ്ണം ഈ ഫ്രൂട്ട്സിൽ പിടിക്കണം. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഇത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു കുപ്പിക്കകത്താണ്. ആ കുപ്പി നല്ലതുപോലെ തുടയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തുണി ഇട്ടിട്ട്, നല്ല വെള്ള തുണിയോ ഏതെങ്കിലും നല്ലൊരു ക്ലീൻ തുണി ഇട്ടിട്ട് നല്ലതുപോലെ തുടച്ച ശേഷം നമ്മൾ വെയിലത്ത് വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. കാരണം കുറച്ച് നേരം, ഒരു ദിവസത്തോളം ആ വെയിലത്ത് നമ്മൾ പ്ലാൻ ചെയ്യുമല്ലോ, ഇതെല്ലാം വാങ്ങിക്കാനല്ല, നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ കുപ്പി നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കി നമ്മൾ എടുത്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഈ കുപ്പിയുടെ എവിടെയെങ്കിലും ഒരു ചെറിയ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഇത് മുഴുവൻ പൂത്തു പോകും. അപ്പോൾ അതുകൊണ്ട് കുപ്പി നമ്മൾ വളരെ ക്ലീനായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഈ കുപ്പിയിലേക്ക് ഇട്ട് വെച്ച ശേഷം അതിൻ്റെ അടപ്പ് വളരെ ടൈറ്റുള്ളതാണെങ്കിൽ വളരെ നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങളൊരു വെള്ള തുണി എടുത്തിട്ട് അതിൻ്റെ അടപ്പിനുള്ളിൽ വെച്ചിട്ട് വേണം അടച്ചു വെക്കാനായിട്ട്. കാരണം ഇതിൻ്റെ ഈ സ്മെല്ലൊന്നും പോകരുത്. നല്ല ഫ്ലേവർ, നല്ല സ്മെല്ലല്ലേ, അപ്പോൾ അതൊന്നും വെളിയിലേക്ക് പോകരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു തുണിയോ ഒക്കെ വെച്ചിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കണം. ഈ ഒരു കുപ്പി നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കണം. എൻ്റെ ഈ കുപ്പിയുടെ അടപ്പ് വളരെ നല്ല ടൈറ്റായിട്ടുള്ള അടപ്പാണ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കുപ്പിക്കകത്ത് ഈ അടിഭാഗത്ത് മാത്രം ഈ ഒഴിച്ചു വെച്ചിരിക്കുന്ന ഈ ബ്രാൻഡി അല്ലെങ്കിൽ റമ്മി ഈ അടിഭാഗത്ത് മാത്രം ഇങ്ങനെ നിൽക്കും. അപ്പോൾ അടിയിലെ ആ ഫ്രൂട്ട്സ് മാത്രമേ സോക്കായിക്കൊള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ 2-3 ദിവസം കൂടുമ്പോൾ, അത് കുറച്ച് നാൾ തന്നെ ചെയ്താൽ മതി, ഒരു 2 മാസത്തിന് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യേണ്ട, കാരണം പിന്നെ അതെല്ലാം നല്ലതുപോലെ കുഴഞ്ഞ് നല്ല മിക്സ് ആയിട്ടിരിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കുപ്പി എടുത്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുലുക്കി കൊടുക്കുക. ഇങ്ങനെ കുലുക്കിയല്ല നമ്മൾ, അപ്പോൾ അത് കുപ്പി നല്ലതുപോലെ കുലുക്കി കൊടുക്കുക. കുലുക്കി കൊടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഈ ലിക്വിഡ് ഈ ഫ്രൂട്ട്സെ മുഴുവൻ പിടിച്ച് നല്ലതുപോലെ ഇതായിട്ടിരിക്കും. അല്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ ഇത് അടിഭാഗത്തെ ആ ഫ്രൂട്ട്സ് മാത്രം സോക്കായിട്ടിരിക്കും. എൻ്റെ ഈ കുപ്പിയുടെ അടപ്പ് വളരെ ടൈറ്റുള്ളതാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ, ഞാൻ ഈ കുപ്പി കമത്തി വെക്കും. ഇടയ്ക്ക് കമത്തി വെക്കുമ്പോൾ ഈ മുകളിലിരിക്കുന്ന ഫ്രൂട്ട്സ് മുഴുവൻ സോക്കാകും. 2 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിലിരിക്കുന്ന ഫ്രൂട്ട്സ് സോക്കാകും. അപ്പോൾ അങ്ങനെ വെക്കുന്നതുകൊണ്ട് ലീക്കായി പോകരുത്. അങ്ങനെ വെക്കുമ്പോൾ കേട്ടോ, എൻ്റേത് ഈ നല്ല ടൈറ്റായിട്ടുള്ളൊരു അടപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കുലുക്കി മാത്രം വെച്ചാൽ മതി. നിങ്ങൾ കമത്തി വെച്ചിട്ട് പിന്നെ അതിനകത്തെ ആ ലിക്വിഡ് മുഴുവൻ വെളിയിൽ പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണം ഉറപ്പാണെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ചെയ്യരുത്. അപ്പോൾ എൻ്റേത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് അതെല്ലാം നല്ലതുപോലെ നല്ല സോക്കായിട്ട് ഇരിപ്പുണ്ട്. ഞാനൊരു 4-5 മാസം മുമ്പ് ഇട്ട് വെച്ചിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് എന്തായാലും മസ്റ്റായിട്ട് ക്രിസ്മസിന് മുമ്പ് നിങ്ങൾ ഈ മിക്സ് ഇട്ട് വെക്കണം. എന്നിട്ട് നിങ്ങൾ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.